നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ അൽ നസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-2 ഗോളുകൾക്കാണ് അൽ ഖാദിസിയ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടിയെങ്കിലും പരാജയപ്പെടാനായിരുന്നു വിധി. എന്നാൽ ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻഡേഴ്സൺ ടാലിസ്ക ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. അതിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ടാലിസ്കയെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. തുർക്കി മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഹൊസെ മൊറീഞ്ഞോയുടെ ക്ലബ്ബാണ് ഫെനർബാഷെ. മൊറീഞ്ഞോക്കാണ് ഈ ഒരു താരത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളത്. എന്നാൽ സാലറിയുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ ഫീയുടെ കാര്യത്തിലോ ഈ പാർട്ടികൾ തമ്മിൽ ധാരണയിൽ എത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഇവർ ചേർക്കുന്നുണ്ട്. വരുന്ന സമ്മറിലായിരിക്കും ടാലിസ്കയെ കൊണ്ടുവരാൻ വേണ്ടി ഫെനർബാഷെ ശ്രമിക്കുക. നിലവിൽ അൽ നസറിൽ 12 മില്യൺ യൂറോയാണ് വാർഷിക സാലറി ആയിക്കൊണ്ട് അദ്ദേഹം കൈപ്പറ്റുന്നത്. അതിന് സമാനമായ ഒരു സാലറി ഒരുപക്ഷെ ടാലിസ്കയ്ക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ്. മാത്രമല്ല, താരത്തിന് 2026 വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ ഒരു ഫീ അൽ നസറിന് നൽകേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കറിയാം, 2021 ചൈനീസ് ക്ലബ്ബായ ഗുവാൻഷുവിൽ നിന്നായിരുന്നു ടാലിസ്ക അൽ നസറിൽ എത്തിയത്. പിന്നീട് മികച്ച പ്രകടനം നടത്താൻ ഈ ബ്രസീലിയൻ താരത്തിന് കഴിഞ്ഞിരുന്നു. 102 മത്സരങ്ങളിൽ നിന്ന് 76 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം തൻ്റെ ക്ലബിന് വേണ്ടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന സമ്മറിൽ അദ്ദേഹം കൂടുമാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.